ജോലികൾ എങ്ങനെയാണ് വളരെ ജെനുവൻ ആയിട്ട് കണ്ടെത്താം? ഇതൊരു കമന്റ് ആയിട്ട് SM ടോക്സിൽ വന്നതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഒത്തിരി പേര് വളരെ റെഗുലർ ആയിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് കൊണ്ട് ഈ വീഡിയോയിൽ അതാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. ഹാഫ് സാലറി എന്നൊരു വലിയ ചാർജസ് ഇല്ലാതെ ചെറിയൊരു രജിസ്ട്രേഷൻ എമൗണ്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് ഒരു വർഷം റെഗുലർ ആയിട്ടുള്ള വേക്കൻസി അപ്ഡേറ്റ് അറിയാനായിട്ട് പോസിബിൾ ആണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ 14 ഡിസ്ട്രിക്റ്റുകളിലുള്ള നല്ല കമ്പനീസിന്റെ വേക്കൻസി ഡീറ്റെയിൽസ് നിങ്ങളുടെ അപ്ഡേറ്റ് ആയിട്ട് കിട്ടുകയും ഡിജിറ്റൽ ട്രെയിനിങ്, CV കറക്ഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് കൂടി തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒരു കമ്പനിയിലേക്ക് പ്ലേസ്ഡ് ആവാനായിട്ടുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റം ആണ് സ്മാർട്ട് മൂവ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് വർക്ക് ഫ്രം ജോബുകൾ കൃത്യമായിട്ട് കണ്ടെത്തുക എന്നുള്ളതും ഈ ഒരു ജോലി കണ്ടെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ ഇതുപോലെ തന്നെ ലൈവ് ആക്കുക. കാരണം ഈ ഒരു മാറ്ററിൽ നിങ്ങൾ തരുന്ന കമന്റ്സിൽ നിന്ന് തന്നെയാണ് SM ടോക്സിൽ കൂടുതൽ അപ്ഡേറ്റുകൾ എല്ലാ ദിവസവും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോസിബിൾ ആവുന്നത്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് തന്നെ വർക്ക് ഫ്രം ജോലികൾ ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് ജെനുവിൻലി ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഡെസിഗ്നേഷൻസിൽ ഏതൊക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ലിസ്റ്റ് ആണ് ഷെയർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് തന്നെ സെയിൽസ് ഡയറക്ടർ എന്നൊരു പോസ്റ്റ് ആണ്. കാരണം മൾട്ടിപ്പിൾ ആയിട്ടുള്ള കമ്പനീസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ സെയിൽസ് പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരു സ്ഥലത്ത് ഒരു പെർട്ടിക്കുലർ ഒരു എന്താ പറയുക വൈറ്റ് കോളർ ജോലി അല്ലെങ്കിൽ ഒരു 9 to 5 ജോബ് പോലെ ഒരു സീറ്റിൽ ഇരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഓൾ അറൗണ്ട് ആയിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫൈലാണ് സെയിൽസ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പൊ യൂഷ്വലി ഇതിനൊക്കെ സാലറിയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഓരോ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ഓരോ എംപ്ലോയി ക്രിയേറ്റ് ചെയ്യുന്ന റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു സംഖ്യ എന്നതല്ല, ഒരാളുടെ കഴിവ് അല്ലെങ്കിൽ ഒരാളുടെ മാക്സിമം എഫേർട്ടിന് അനുസരിച്ചിട്ടാണ് ഈ ഒരു പാക്കേജ് റേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു പോസ്റ്റ് എന്ന് പറയുന്നതാണ് ക്ലൗഡ് എഞ്ചിനീയർ എന്നൊക്കെ ഉള്ളത്. ഇതെല്ലാം റിലേറ്റ് ചെയ്തിരിക്കുന്ന IT സെക്ടറുകളാണ്. അപ്പൊ IT സെക്ടറിന്റെ സാധ്യതകളൊന്നും ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം, അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയുടെ ഉള്ളിൽ കേരളത്തിനുള്ളിൽ എന്നതല്ല, കാരണം അവർക്കൊരു ഫിസിക്കൽ പ്രസൻസ് അല്ല, മറിച്ച് ഡിജിറ്റലി അവർ കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ക്ലൗഡ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്ന സാധ്യതകൾ വർക്ക് ഫ്രം ഹോമിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു പ്രൊഫൈലാണ്. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഡയറക്ടർ എന്നുള്ളതാണ്. കാരണം ഓരോരോ സ്ഥാപനങ്ങളുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു ഡയറക്ടഡ് ബോർഡിൽ ഒരു ടീം ഓഫ് പീപ്പിൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ച് റെഗുലർ ആയിട്ട് അത് വന്ന് നോക്കി എല്ലാ ദിവസത്തെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിലും അതിന്റെ ഒരു എൻറ്റയർ ആയിട്ട്, അതായത് അതിന്റെ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ക്വാളിറ്റി പാർട്ട് അനലൈസ് ചെയ്യുന്ന പോസ്റ്റിലേക്കൊക്കെ നിങ്ങളുടെ സീനിയോറിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ ബേസിൽ വർക്ക് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. അടുത്തൊരു പോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റർ മാനേജ് എന്നുള്ളതാണ്. അതായത് മെയിൻലി ഓരോ കമ്പനിയുടെ ടാക്സിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിയും അവിടെ എല്ലാ ദിവസവും വന്നിരുന്ന് അവിടുത്തെ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യണമെന്ന് നിർബന്ധമല്ല, പക്ഷെ അതിന്റെ ഓഡിറ്റും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഇൻഡിവിജ്വൽ അത്യാവശ്യമാണ്. ഓരോ കമ്പനീസിന്റെ ടാക്സിംഗ് ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് കൃത്യമായിട്ട് ഇൻകം ടാക്സിലേക്ക് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും. അതുപോലെ തന്നെ ഫൈനലി നമ്മൾ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ടെലികോളർ എന്നുള്ളത്. ടെലികോളിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിനും ഈ പറഞ്ഞതുപോലെ ഒരു ഓഫീസിനുള്ളിൽ തന്നെ ഇരുന്ന് ടെലികോൾ ചെയ്യുന്ന സെറ്റപ്പുകൾ ഉണ്ട്, BPO ഒക്കെ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രൊഫൈലാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ടെലികോളിംഗും പലപ്പോഴും വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റും. അതിൽ നിന്ന് വന്ന പോസിറ്റീവ് ലീഡുകളെ കമ്പനിയിലേക്ക് കൺവേർഷന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പോസിബിൾ. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ ആയിട്ട്. ഇൻകം ജനറേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5,000 മുതൽ തുടങ്ങുന്നു. മാക്സിമം ലിമിറ്റ് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വിസ്ഡം അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള വർക്ക് ഫ്രം ഹോം ജോലികൾ താഴെ കമന്റ് ബോക്സിൽ വന്ന് നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം സാലറി ഏൺ ചെയ്തിട്ടുള്ള ഏത് കാര്യങ്ങളിലൂടെയാണ് എന്നൊക്കെ ഒന്ന് പറയുക. അതുപോലെ തന്നെ സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. ജോബ് റിലേറ്റഡ് ആയിട്ട് ഒരു സപ്പോർട്ട് സിസ്റ്റം ആണ് സ്മാർട്ട് മൂവ്സ് തരുന്നത്. ഒരു ഹാഫ് സാലറി എന്ന് പറയുന്നത് ഒരു 50,000 രൂപ സാലറി ഉള്ള ഒരാളെ സംബന്ധിച്ച് 25,000 എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. അത്തരത്തിലുള്ളൊരു വലിയ ഹാഫ് സാലറി ചാർജസ് ഒന്നും ഇല്ലാതെ തന്നെ ചെറിയൊരു രജിസ്ട്രേഷൻ എമൗണ്ടോട് കൂടി നിങ്ങൾ കൃത്യമായിട്ട് ഒരു വർഷത്തോളം സർവീസ് പീരീഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വേക്കൻസി അപ്ഡേറ്റ് റെഗുലർ ആയിട്ട് കേരളത്തിന്റെ 14 ഡിസ്ട്രിക്റ്റുകളിൽ നിന്ന് അറിയാനും അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് പ്ലേസ്ഡ് ആവാനും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു. സോ നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് നോട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.